Hi guys, welcome to Toy Stories. Yo, what's up, homies? ചെറുപ്പത്തിൽ വേണ്ടത്ര ഇംഗ്ലീഷ് പഠിച്ചില്ല. So today is a Saturday and we are out for a family day out. We are out for a family. ഒരു പ്ലാനിംഗും ഇല്ല ഗൈസ്, ചുമ്മാ ഒരു പോക്ക് കണ്ടു. പ്ലാനിംഗ് ഇല്ലേ? ഇല്ലായിരുന്നു. ഒരു സ്ഥലം കണ്ടു, നേരെ അങ്ങ് പോവാ. അത്രേ ഉള്ളൂ. ഞാൻ അവിടെ അടുത്ത് ചോദിച്ചു നമുക്ക് ഇവിടെ പോയാലോ, പോവാം. അവിടെ മമ്മി വിളിച്ചു ചോദിച്ചു, ഓക്കെ. ഷാമെ വിളിച്ചു ചോദിച്ചു, ഓക്കെ. കമോൺ, എല്ലാരും ഒഴുകി ഇറങ്ങി. നോ പ്ലാനിങ്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോണേ? ടു പെൻസ് ലാൻഡിംഗ് ഫാമേഴ്സ് മാർക്കറ്റ്. വിജനതയിൽ ആദിവരിതേ ജോബ് ചെയ്തിട്ട് നമ്മൾ പാർക്ക് ചെയ്തു, ഇനി നമ്മൾ പേ ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് വി ജസ്റ്റ് ഹാവ് ടു, ഇവിടെ നമ്മുടെ ലൈസൻസ് പ്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി പേ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ. എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ലെറ്റ്സ് സീ. നമ്മുടെ കാർഡ് ഇവിടെ ഇട്ട് പേ ചെയ്യാൻ പറ്റുമേ. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് എ പെയ്ഡ് പാർക്കിംഗ്. ഇറ്റ്സ് റൈറ്റ് അല്ലേ? സോ ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുക. ഇങ്ങനെ കുറച്ച് നല്ല രസമുണ്ടല്ലേ? എക്സസൈസ് ചെയ്യണ്ട, ഉള്ള പോലെ നടന്നാൽ മതി. പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നതാണ് ഗൈസ്. ഇവിടെ ഏതാണ്ട് കാർണിവലുണ്ട്, മറ്റേ ഡിസ്കോ ഹെഡെന്ന് പറഞ്ഞ് വന്നിട്ട് ശ്യാമേ അതൊക്കെ പറഞ്ഞാലേ വരത്തുള്ളല്ലോ. 5 മണിയാവും പടയ്ക്കും പറഞ്ഞ് കുറച്ചു നേരം കരഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു അളിഞ്ഞ 2 വൃത്തികെട്ട മനുഷ്യരോടുന്ന കാണുവാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. കാണണമെങ്കിൽ മതി, അല്ലെങ്കിൽ മറ്റേ എന്തോ അശരീരി പോലെ ഒച്ച മാത്രം കേൾക്കൂ ഇതിനകത്ത്. അതിനകത്ത് എന്തോ ഫുഡൊക്കെ ഉണ്ട്. നമ്മൾ ഇത് കഴിയുമ്പോ അങ്ങോട്ട് പോകാം. വെള്ളത്തിൽ എടുത്ത് ചാടി നീന്തി തുടിച്ച് നമുക്ക് അപ്പുറം ക്രോസ് ചെയ്താൽ. നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്റെ അടുത്ത്? ഞാൻ എന്തിനോ പിടി അങ്ങോട്ട്. ഞാൻ ഫോണും പിടിക്കണം, കൊടയും പിടിക്കണം. ഞാൻ കയ്യിലെടുത്ത് തന്നതാണേ കൊട. ആണ്. ആരോ വണ്ടിയിൽ നിന്ന് കൊട എടുത്തത്? ഞാൻ വെയിറ്റ് ചെയ്യും. ഇല്ല ഷെയ്ൻ, പ്ലീസ്. പറയുമ്പോ എനിക്ക് പേടിയാവുന്നല്ലോ. ഇങ്ങനെ വെള്ളത്തിലൊഴുകി പൊക്കോണ്ടിരിക്കുന്ന വീഡിയോ. ചെറിയ തണുപ്പുണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്നാ, ദിസ് ഇസ് പെൻസ് ലാൻഡിങ്. ഓക്കെ, പെൻസ് ലാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഒരു ഏരിയ അല്ലേ? ഇറ്റ്സ് ലൈക്ക് ഫേസിങ് ദ റിവർ. ഈ റിവർ ക്രോസ് ചെയ്താൽ ഓൺ ദ അതർ എൻഡ്, ക്രോസ് ചെയ്താലല്ല ബട്ട് ഓൺ ദ അതർ എൻഡ് ന്യൂജേഴ്സി ആണ്. ഓക്കെ, അതാ ന്യൂജേഴ്സി. ഈ കാണുന്നതാണ് ന്യൂജേഴ്സി. പിന്നെ ദിസ് പാലം ഇസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബ്രിഡ്ജാണ്. പിന്നെ ഈ കാണുന്ന റിവർ, ദിസ് റിവർ ഇറ്റ്സ് ഡെലവെയർ റിവർ അല്ലേ? പിന്നെ പെൻസ് ലാൻഡിംഗ് എന്നുള്ള പേര് വന്നത് വില്യം പെൻസ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇത് കണ്ടോ ട്രെയിൻ പോകുന്നത്. വില്യം പെൻസ് എന്ന് പറഞ്ഞ മനുഷ്യനോടുള്ള ആദരപൂർവ്വം ഇട്ടേക്കുന്ന ഒരു പേരാണ്. ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇയർ ലോങ് ഇവിടെ ഇവൻസും അതുപോലെ തന്നെ കാർണിവൽസും ഒക്കെ ഓർഗനൈസ് ചെയ്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഒരു റെസ്പെക്റ്റ്, ഒരു ട്രിബ്യൂട്ട് പോലാണ് ഈ സ്ഥലത്തിന് പെൻസ് ലാൻഡിംഗ് എന്ന് ഇട്ടേക്കുന്നത്. പെൻസ് ലാൻഡിംഗ്, വില്യം പെൻസ് ലാൻഡ് ചെയ്ത സ്ഥലമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം കാണാൻ. എനിക്കൊരു ഫാമിലി ഡേ ഔട്ടിനൊക്കെ പറ്റിയ ഇടമാ.
നടന്നു. എന്താണ് ഇവിടെ? Hi guys, so this is Penn's Landing. We are doing a promotion video for Penn's Landing. Please come and visit this place, guys. It's a very beautiful scenery with a lot of rivers and fish market and poo chandas and chandas and the food markets. ഓക്കെ, നിങ്ങൾ എന്താ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇനി കുറച്ച് റൊമാൻറ്റിക് ആവുക, കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തതാണേ. അങ്ങനത്തെ ഊള റൊമാൻസിന്റെ കാര്യമല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വെള്ളത്തിൽ തൊടുന്നതോ അങ്ങനെ വല്ലോ തുടങ്ങി. കട്ടിപ്പൂടി നമ്മളിപ്പോ ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലം ലൈക്ക് ഇതുണ്ടോ, ഇത് എന്തോ പിയറാണ്. അവിടെ ഫുഡൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോവാ. കഷ്ടപ്പെട്ട് കുത്തിക്കേറ്റുവാന്ന് തോന്നുന്നു. ചെയ്തോ? അല്ലേ? പക്ഷെ ഇതിനകത്ത് അവര് ഡയറി ഇല്ല, കൗ മിൽക്ക് യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആണ്. ചീസ് ഉണ്ട്. ഗുഡ് അല്ലേ? ആയിട്ടുണ്ട്. പക്ഷെ ചീസിന്റെ ടേസ്റ്റ് അല്ല ഇവിടെ. നല്ലയാ. നൈസ്. എന്തോ വാങ്ങിക്കുന്നേ? ഞാൻ നിങ്ങളുടെ 2 സിപ്പ് എടുത്തോളാം. എല്ലാം ഒത്തിരി വാങ്ങിക്കണ്ട ഷെയ്ൻ. ഹിബിസ്കസ് ടീ 5 രൂപ. ഇത് മതി, ഒരെണ്ണം പോരെ. സോ വി ഹാവ് ദി ഹിബിസ്കസ് ടീ. സന്തോഷം. ഹിബിസ്കസ് ടീ കുടിക്കുവാണ്. ഹിബിസ്കസ് ടീക്ക് ഭയങ്കര പുളിയാന്നാ പറയുന്നത്. അപ്പൊ എന്താ വേണോ? ഒന്ന് മതി. എന്തിനാ ഒത്തിരി? നൈസ്. 3യോ? 2 മതി. ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് മാർക്കറ്റിനകത്തോട്ട് കയറിയ ഇറ്റ്സ് ചെറി സ്ട്രീറ്റ് പിയർ. ഒരു ഫുഡ് മാർക്കറ്റും പല എന്തൊക്കെയോ ഉള്ള ഒരു മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഹിബിസ്കസ് ടീ. ഇത് പെറ്റ് ഫ്രണ്ട്ലി ആണേ. എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് വേണ്ട. ഐ എം ഗുഡ്, താങ്ക് യു. വേണ്ട, ഫ്രീ പ്രെറ്റ്സൽസ്. എന്താ ലോൺ പാനൽ ഫ്ലാഷ് ടോക്സ് ക്രിയേറ്റ് പെയിൻറ്റ് എ കമ്മ്യൂണിറ്റി മ്യൂറൽ ടേക്ക് എ അപ്സ്റ്റെയർ മെമ്മറി ബിയർ. നമുക്ക് ഫോട്ടോസൊക്കെ ഉണ്ടേ. എന്തിൻ്റെ ആണോ എന്തോ. ഇവിടെ ഒരു ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എക്കോ ഫെയർ ആണ്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി ഓരോ ടോക്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. മനസ്സിലാക്കുന്നത് അതാ. കണ്ടോ?
അതെ, ഇത് ഹാൻഡ് ടൈൽഡ് ടേബിൾ ആണേ. കണ്ടോ, ഈ ടൈൽസ് ഒക്കെ അവർ കൈകൊണ്ട് ഒട്ടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞി ടേബിൾ. നല്ല രസമുണ്ടല്ലേ? എല്ലാം ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നുന്നു. ആണ്ടേ, ഇതെല്ലാം ഞാനും കൊണ്ടുവന്ന് വെച്ചേനല്ലോ തുന്നിയതെന്തെങ്കിലും. ആ, ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു എക്സിബിഷൻ പോലെ ഇത് വെച്ചേക്കുവാ. ഓ ഹായ്, ഇതെന്താ? Farmers are growing or storing for us right now. Oh, nice. And it's perpetual, so after December, you can just flip it back to January and keep going year after year with it. Oh, So these are basically calendars for what type of food you should eat every month. Yep, like yeah, thanks for stopping. Thank you. so ഇവിടെ കാലണ്ടേഴ്സ് ആണ്. നമ്മൾ വർഷത്തിൽ എന്ത് കഴിക്കണം എന്ന് എഴുതിയേക്കുന്ന കാലണ്ടേഴ്സ് ആണ്. Shall we go through this way? ഇവിടെ കൂടെ ചുറ്റി ആ വഴി വരാം, വാ. സോ ഇതെന്താണ് പാളമൊക്കെ? ഇവിടെ ട്രെയിൻ വല്ലതും ഇങ്ങനെ അങ്ങ് പോകും. ഓ കണ്ടോ, ഓ ആയിരിക്കും അല്ലേ. അതെ, ഇതായിരുന്നു പണ്ടത്തെ പെൻസ് ലാൻഡിങ് സ്റ്റേഷൻ എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആ കലണ്ടറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇയർ ലോങ് എന്താ. അപ്പം ഡിസംബർ വരെ കഴിയുമ്പം നമ്മൾ വീണ്ടും ജാനുവരിയിലേക്ക് മറിച്ചിടും. ലൈക്ക് വി ജസ്റ്റ് നീഡ് വൺ പെർട്ടിക്കുലർ കലണ്ടർ നമ്മുടെ ഡയറ്റിന് അനുസരിച്ച് പോകുന്നത്. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ. Yeah, hi. So we're Plant of People, an award-winning mother and daughter plant shop in West Philadelphia. Tomorrow is our 4th annual BAPS event, which stands for Big Ass Plant Sale. So it's an opportunity for the community to come out and learn everything about plants that you eat, plants that you grow, plants that you just have in your house. So our objective is to create wellness through plants. Yeah. നൈസ് വൺ അല്ലേ? ഹാൻഡ് പെയിന്റഡ് ആ. പിന്നെ ഇത്രയും ഉണ്ട്. Yeah, the opening is a week from now. Yeah, officially, because it's past 4, but it's officially a week from now. This is a print. I don't. ഞങ്ങൾ ആദ്യം മേടിച്ചു ഇതൊരു പെയിന്റിങ് ചാർക്കോളോ എല്ലാം ആണെന്ന് ആദ്യം മേടിച്ചു. ബട്ട് ഇറ്റ്സ് എ പ്രിന്റ്. അടിപൊളി ഡീറ്റെയിൽ ഇതൊരു പെയിന്റിംഗ് ഒക്കെ ആയിരുന്നു കിട്ടുമായിരുന്നു. പക്ഷെ അത് മണിക്കൂറത്തെ പണിയാണ്. My I'm originally from Long Island, so going to visit my family, and Bad. then Wednesday. പറ്റി ക്ഷമ ചൂടെടുക്കുന്നോ? ഭയങ്കര ഹോട്ടാണ് guys. അതെ, അതായിരിക്കും കാമില് മുട്ട് കൂട്ടിയിരിക്കുന്നല്ലേ. അവനെ മുട്ട് കൂട്ടിയിടിക്കൊന്നുമല്ല, ചൂട് കാരണം മുട്ട് അകത്ത് വെച്ചതാ. ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞ എടുക്കണം, ഇടില്ല. ആ, അങ്ങോട്ട് പോവാം. പാവപ്പെട്ട ഒരു ലൈഫ്. ഇതുപോലൊക്കെ ചൂടെടുത്തിരിക്കേണ്ടി വരും. അല്ല, ഞാനൊരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പ്രണബ് മോഹൻലാൽ. മമ്മിക്ക് നല്ലപോലെ മമ്മിക്ക് ചൂടെടുക്കുന്നത്. അപ്പം ഞാൻ വളരെ ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ കൂടുതലൊന്നുമില്ല. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ഒരു പൂമ്പാറ്റ ജീവിതം. ഉള്ളൊരു ജാക്കറ്റ് ജോബ്സ് എടുത്തിട്ട് അയ്യ, ഞാനൊക്കെ ത്യാഗം ചെയ്തതാണ്. നേരത്തെ നമ്മൾ പോയ സ്ഥലം ദേ അവിടെ. ഇപ്പം നമ്മളിവിടെ. ഞാൻ അവിടെ ഉണ്ടാവുമായിരിക്കും അടുത്തത്. ഇത് കുറച്ചുകൂടെ അടുത്താണ് ഗൈസ് വെള്ളത്തിൽ. ആ, ആണ്. ഫോൺ വെള്ളത്തിൽ പോലെ പ്ലീസ്. പ്ലീസ് ഷെയ്ൻ. ബാക്ക് ബ്രോ. അമ്മയെ വിളിച്ചേ.
6 തൊട്ട് 8 അടി വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഒന്നുകൂടി നിൽക്കോ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അങ്ങനെയല്ല, അവളുടെ അടുത്ത്. ഇത് ഇയർ ലോങ് ഇവിടെ ഈവൻറ്റ്സ് ഉണ്ടാവും. ഇതൊരു ഫാമേഴ്സ് മാർക്കറ്റാണ്. പിന്നെ അവിടെയൊക്കെ ചെറിയൊരു ബുട്ടീക്ക് ഷോപ്സ് ഉണ്ട്. മോസ്റ്റ്ലി ആർട്ടിസ്റ്റിൻ്റെയാണ്. ഓരോ ആർട്ട്, പെയിൻറ്റിങ്സ്, അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത്. പിന്നെ അത് തന്നെ ഒരു ട്രക്ക് ഉണ്ട് കേട്ടോ, ഒരു ഫുഡ് ട്രക്കാണിത്. പക്ഷേ ഇത് സ്റ്റേബിളായിട്ട് ഇവിടെ വെച്ചേക്കുക. ബട്ട് അതൊരു ട്രക്ക് പോലത്തെ ഒരു മോഡലാണ്. പിന്നെ ഇത് കണ്ടോ, നല്ലൊരു ഐഡിയ അല്ലേ ഇത്? ഞാൻ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനായിരുന്നു, അതിങ്ങനെ റെനോവേറ്റ് ചെയ്താണ് അവർ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് ആക്കിയേക്കുന്നത്. കൊള്ളാമല്ലേ? ഞങ്ങളിവിടെ ഇങ്ങനെയൊരു So guys, we saw something very unique. I've never seen this. ഗ്രീൻ ബെറിയൽ. Green cemeteries in Pennsylvania. ഇത് കണ്ടോ, നമ്മൾ നോർമലി ബെറി ചെയ്യുന്നതിന് പകരം ഗ്രീൻ So like, can you explain a little bit more about this? Yeah, so we're in education at Is it Advocacy fine? Nonprofit. Can Yeah, it's fine. And we are trying to spread the word about more sustainable burial options, specifically in the state of PA, but you know, in the U.S. in general. Okay. So green burial is basically no embalming. Everything going in the ground is like, so we're doing everything we can to prevent decomposition. So like, I have one question. So when we don't do the embalming the body, right? So is that gonna produce that weird smell of decomposing inside and remove all the liquid stuff? I mean, it will over time. What you do basically is you keep the body cold, so you refrigerate it at like a morgue or a hospital, wherever. And then from there take it directly to the burial site and just Yeah, bury it. you do have to. You can't wait as long, basically. So with embalming, it lets you like wait like multiple weeks. With a green burial, you should probably bury the body In a within day. like a couple weeks. couple of weeks? Yeah, as long as it's refrigerated. Okay. If Oh, the, yeah. The person's been refrigerated, then you do still have a couple weeks. One of the things that people don't love is that if having an open casket, like viewing, is important. Exactly, that's what I was thinking, Then because yeah. a lot of people come from different places want to see the person one final Yeah. time, but this is not going to be like that. Because you're coming from the can morgue. do it. They just won't look as like As good pretty and- as yeah. from as I if see what they've you been mean, embalmed. But you can do it. People do have viewings with folks who've just been refrigerated. But then like when they're doing the embalming, they make it look pretty, they give them the shower. Yeah, and well, all and it that also makeup it stuff. like fills the basically like when you die, like your cheeks start to like sink and stuff. And embalming makes you look Good. like rosy. I don't know how to describe. like exactly how you were Yeah, before or you they died. try to, Yeah. I'm not sure they always succeed. And then they put a lot of makeup. So you can still put on like some makeup maybe to make them look a little, like some blush. And I think people will do that. But it's definitely, you can't do things exactly the way you can. Yeah, with embalming. from my rotting body, a flower shell, bro. Oh. You'll still have the headstones and all? No. It depends on the cemetery. A lot Okay. of it all depends on the cemetery. Okay. So some cemeteries will let you have like a headstone. They want it to be a little more like natural and Okay. simple. So it's usually like like one of the flat ones in the ground, not like a huge Yeah. monument. Some of them will do a Bond. memorial wall. So this is Laurel Hill, which is out in Ballykinwood. And they have, it's really cute, like it's bench and then like a slanted area that has some സോ ഗൈസ്, അതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് എക്കോ മാർക്കറ്റ് അല്ലേ? അതെ. എക്കോ മാർക്കറ്റ്, എക്കോ ഫെയർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല സ്ഥലമാണ്. ഇവിടെ ബൈക്സ് ഒക്കെ കിട്ടും അല്ലേ? സൈക്കിളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വേണമെങ്കിൽ അവിടുത്തെ സൈക്കിൾ എന്തോ അവർലി ഇത്ര പൈസ എങ്ങാണ്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സമ്മർ ആവുന്ന സമയത്ത് ഇവിടെ നല്ല നമുക്ക് സെയിലിങ്ങിനൊക്കെ പോകാം. അതിനായിട്ട് സിറ്റി ടൂൾസ് ഉണ്ട്, മറ്റേ ക്രൂസ് ടൂൾസ് ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ട് ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യാനും
സൂപ്പർ നല്ലതായിരിക്കും എസ്പെഷ്യലി സമ്മർ സമയത്ത് വരണം അതെ നല്ലൊരു ഇച്ചിരി vibe തണുപ്പുണ്ട് യാ സോ നിങ്ങൾ ദാറ്റ്സ് ഇറ്റ് ഇല്ലാതാവും. ഗൈസ് എന്താണ് നിങ്ങൾ ഇല്ലാതാവും ഈ സമയത്ത് മമ്മിയുടെ മൂക്കിൽ കാണണം ചുമന്ന റോസാപ്പൂ പോലെ സോ അതൊക്കെ ഉള്ളു ഗൈസ് സോ വി ആർ ഗോയിങ് ബാക്ക് ഹോം വി ജസ്റ്റ് കെയിം ഹിയർ ടു സ്പെൻഡ് ആർ സാറ്റർഡേ അതെ വീക്കെൻഡ് ബേസിക്കലി വീക്കെൻഡ് അതൊക്കെ ഉള്ളു ഗൈസ് അപ്പം ദിസ് ഇസ് ജോ സ്റ്റോറി സൈനിങ് ഓഫ് ബൈ ബൈ